ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന്. അതായത് നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്മൂത്തി. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അയ്യോ ഞാൻ സമയം നോക്കി എത്ര ഉണ്ടാക്കിയെന്ന് ഞാൻ നോക്കുമത്. നമ്മളിവിടെ ഓൾറെഡി കുറച്ച് നേരം മുമ്പേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു. നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സ് ഇട്ടു, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ ബദാം, പിന്നെ ഉണക്കമുന്തിരി ഉണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയും കൂടി ആക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് കുറച്ചധികം ഞാൻ മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ ഈ ഈന്തപ്പഴവും ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മിക്സിയിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ ഈ സംഭവം എല്ലാം മിക്സിയിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ബദാമല്ല സ്ട്രോബെറി കുറച്ച് ഇട്ടു. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രോബെറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല, നമ്മൾ ഇത് റെഫ്രിജറേറ്ററിൽ വെച്ചതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, ക്രീമി ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി. പിന്നെ കുറച്ച് നമ്മുടെ ഇതിട്ടു, ബ്ലൂബെറി ഇട്ടു, കുറച്ച് ബ്ലൂബെറി കുറച്ചിട്ടു. നമുക്ക് എന്തോരം വേണം ബ്ലൂബെറി ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പാല്, മറ്റേ ഓട്സ് മിൽക്കോ എന്തെങ്കിലും ചേർക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ചിയ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്ലാക്സ് സീഡാ? സോറി, ചിയ സീഡ് ഇല്ല, ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ചിയ സീഡ് കുറച്ച് തീർന്നു പോയി, അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പഴം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത്, ഇപ്പോൾ ഈ അടുത്ത ഫ്രൂട്ട്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് കരുതി കുഴപ്പമില്ല, എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതെല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് ഓട്സ് വേണ്ടവർക്ക് ഓട്സ് ഇടാം. ഇനിയിപ്പോൾ പാല് ആഡ് ചെയ്യേണ്ടവർക്ക് പാൽ ആഡ് ചെയ്യാം. പാല് കുറച്ച് ഞാൻ ഈ വെള്ളത്തിന് പകരം യൂസ് ചെയ്തില്ലേ, അപ്പോൾ അതിന് പകരം പാല് യൂസ് ചെയ്യാം. പിന്നെ ഒരു സ്പൂണോ 2 സ്പൂണോ തൈരും കൂടി യൂസ് ചെയ്താലും നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് വെള്ളം മാത്രം ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ മസാല ചായ തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പാല് ഒഴിച്ചു. ഇനി അതായിക്കോട്ടെ. മസാല ചായയും സ്മൂത്തിയും കൂടിയാണെന്ന് കഴിക്കാൻ പോണേ. അല്ല, മസാല ചായ ജസ്റ്റ് ഉണ്ടാക്കിയതാ, പിന്നെയാണ് സ്മൂത്തിയുടെ ഐഡിയ വന്നത്. അതായിക്കോട്ടെ. അപ്പം നമ്മുടെ സംഭവം ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും വെക്കാം നമുക്ക്. ഇതിനകത്ത് സ്വീറ്റ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതായത് മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക. ഇതൊരുമാതിരി ബീട്രൂട്ടിന്റെ നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കില്ലേ, ബീട്രൂട്ട് ഷേക്ക് അതുപോലൊക്കെ ആയി വന്നിട്ടുണ്ടല്ലോ. കാരണം നമ്മള് ബ്ലൂബെറി ആഡ് ചെയ്തില്ലേ, ബ്ലൂബെറിയും സ്ട്രോബെറിയും ബ്ലെൻഡ് ആണ്. അപ്പൊ നമുക്ക് ചുമ്മാ സീൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, നാളു. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പണി കിട്ടോ നോക്കട്ടെ, എന്തായാലും കൈപ്പിണോ നോക്കട്ടെ. കൊള്ളാലോ. മധുരം ഒക്കെ ഉണ്ടോ അത്യാവശ്യം? സ്വീറ്റ് ഇട്ടില്ല ഉറപ്പാ? സ്വീറ്റ് ഇട്ടിട്ടില്ല. ഫ്രൂട്ട്സിന് നല്ല മധുരം ഉണ്ട്. ഓവറാണോ മധുരം? അല്ല, ഓവറല്ല. ആ മുന്തിരിയും അതിന്റെ കശുവണ്ടിയും പിന്നെ മറ്റേ നീ പറഞ്ഞില്ലേ ബ്ലൂബെറി ഫ്രോസൺ ആക്കി ഇട്ടപ്പോൾ അതിന്റെ ഒരു ക്രീമി ഇത് കിട്ടുന്നു, ആ ടച്ച് വന്നിട്ടുണ്ട്. അപ്പം മടിയരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കേണ്ട, ഇങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ. വേറൊരു വീഡിയോയിൽ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് വൺ.